കൊല്ലം പൂരത്തിൽ ഹെഡ്ഗേവാറിന്റെ ചിത്രം പ്രദർശിപ്പിച്ച ഉത്സവത്തെ കളങ്കപ്പെടുത്തിയ സംഭവത്തെ 14 ക്ഷേത്രങ്ങളുടെ സംയുക്ത കമ്മിറ്റി അപലപിച്ചു. നിയമം ലംഘിച്ച് പുതിയകാവ് ദേവീക്ഷേത്ര ഭാരവാഹികളെ രേഖാമൂലം പ്രതിഷേധം അറിയിക്കും. ചെറുപുര എഴുന്നള്ളത്ത് ക്ഷേത്ര ഭാരവാഹികളും കൊല്ലം പൂരം കമ്മിറ്റിയും ആശ്രാമ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഉപദേശക സമിതിയുമാണ് സംയുക്തമായി RSS നേതാവിന്റെ ചിത്രം കുടമാറ്റത്തിൽ പ്രദർശിപ്പിച്ച നടപടിയെ അപലപിച്ചത്. നിയമം ലംഘിച്ച പുതിയകാവ് ദേവീക്ഷേത്ര ഭാരവാഹികളെ രേഖാമൂലം പ്രതിഷേധം അറിയിക്കാനും സംയുക്ത യോഗത്തിൽ തീരുമാനിച്ചു. മാത്രമല്ല, കുടമാറ്റത്തിൽ നിയമലംഘനവും അനാദരവും തടയാൻ കുടമാറ്റത്തിൽ പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങളിൽ നിന്ന് അവർ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളുടെ ലിസ്റ്റ് മുൻകൂട്ടി വാങ്ങാനും തീരുമാനമായി. എല്ലാവരും ഈ കുടമാറ്റത്തിൽ സംഭവിച്ച ആ ഒരു കാര്യത്തിൽ അപലപിക്കുന്നു. എല്ലാവരും വളരെ വിഷമത്തോടെയും പ്രയാസത്തോടെയും ആണ് ഈ കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ട് അറിയിച്ചത്. ഇനി വരും കാലങ്ങളിൽ ഇങ്ങനൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നിയമപരമായും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന നടപടികൾ വേറെ നമ്മുടെ കമ്മിറ്റി തീരുമാനിച്ച് ഈ കുടകൾ എന്തൊക്കെയാണ് ഇത് നിർമ്മിക്കുന്നതെന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമേ പൂരപ്പറമ്പിൽ അത് പ്രദർശനത്തിന് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എന്ന് ഐക്യകണ്ഠേന കമ്മിറ്റിക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. വർഗീയ വിഷം പരത്തും വിധം RSS സ്ഥാപകന്റെ ചിത്രം കുടമാറ്റത്തിന് ഉപയോഗിച്ച പുതിയകാവ് ദേവീക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തതിനെ സംയുക്ത യോഗം സ്വാഗതം ചെയ്തു. എന്നാൽ മനോഹരമായി കൊല്ലം പൂരം നടത്തിയ ഉപദേശക സമിതിയെ പ്രതി ചേർത്തതിൽ യോഗം പ്രതിഷേധിച്ചു. തെറ്റായ പോലീസ് നടപടി ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് ക്ഷേത്ര ഉപദേശക സമിതി പരാതി നൽകും. ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം പൂരാഘോഷം ജനകീയമാക്കാൻ നിയമപരമായ മുൻകരുതൽ നടപടിയും സ്വീകരിക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത 14 ക്ഷേത്രങ്ങളുടെ ഭാരവാഹികൾ നിർദ്ദേശിച്ചു. പൂരം കാണാൻ എത്തുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല, മറ്റു മതസ്ഥരും വരും. അതുകൊണ്ട് തന്നെ മതസൗഹാർദ്ദം തകരാൻ അനുവദിക്കരുതെന്നും യോഗത്തിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.